ഉണ്ടായിരുന്നു അവരുടെ സ്നേഹം. ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചിയെ പൊളിച്ചു കലക്കി. നല്ല സിനിമകൾ വന്ന ജനം കൈയടിക്കും, അവര് നമ്മളെ വിളിക്കും, അവര് നമ്മളെ സ്നേഹിക്കും എന്ന് മനസ്സിലാക്കി തന്ന ഒരു സിനിമ. പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതാണ് ഇവന് സഹിക്കാത്തത്. ആൺകുട്ടികൾ വലിച്ചാൽ കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് സ്കൂൾ യൂണിഫോമിൽ കുട്ടികൾ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. അത് പെൺകുട്ടികളായതുകൊണ്ട് പെണ്ണെന്ന് എഴുതി, ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആണെന്നാണ് എഴുതും. പക്ഷെ പറയാതിരിക്കാൻ വയ്യട്ടോ, അച്ഛനും അമ്മയും മക്കളും ആണെന്ന് പറയുന്നില്ല. അമ്മയും 3 മക്കളും. കൂടുതൽ ബിസിനസ്സൊക്കെ ഗേൾസിന്റെ സൈഡ് തന്നെയാണ്. കുറെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ കുറെയൊക്കെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിക്കും. അവർ കുറെ ചുമ്മാ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു. അതായത് സഞ്ജു ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ഫൈറ്റ് ചെയ്ത ഹോട്ട്സ്റ്റാറിലെ ദിലീപ് സാർ ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്. അത് നജീം അത്രത്തോളം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു. അപ്പം അതെനിക്ക് ഒത്തിരി സന്തോഷമാണ്. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. ഏറ്റവും മികച്ച വെബ് സീരീസ് 2024 ഏതാണ് നമ്മൾ നോക്കുന്നത് അനൗൺസ് ചെയ്യാനായിട്ട് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ സീനിയർ ആൻഡ് വെൽ സീസൺഡ് ആയിട്ടുള്ളത് ആക്ട്രസ് പൊന്നമ്മ ബാബുവിന്റെ സ്വന്തം പൊന്നമ്മ ചേച്ചീനെ ഞാൻ ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. ചേച്ചി വായോ പ്ലീസ്. ചേച്ചി ബെസ്റ്റ് വെബ് സീരീസ് ഏതാണെന്ന് നമ്മൾ അറിയാൻ പോവാണ്. ബെസ്റ്റ് വെബ് സീരീസ് 1000 ബേബീസ്. 1000 ബേബീസ് ആണ്. അതിന്റെ ഡയറക്ടറായ നജീം കോയ ആൻഡ് ആക്ടറായ സഞ്ജു കൂടി ഇവിടെ എത്തി നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരു ആദരം ഏറ്റുവാങ്ങാൻ പോവാണ്. ഇരുവരെ ഒന്ന് വേദിയിലേക്ക് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്. ചേച്ചിയാണ് അവർ ആർക്ക് കൊടുക്കും ചേച്ചി? നമ്മൾ ഇത് രണ്ടുപേരും കൂടെ ഒരുമിച്ച് നമ്മൾ കൊടുക്കുകയാണ്. അതിന്റെ ഡയറക്ടർ അതിന്റെ ഒപ്പം തന്നെ സഞ്ജുവിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഇവിടെ വലിയൊരു കാര്യം എഴുതാം. ബേബീസ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ സർപ്രൈസ് എലമെന്റ് കൂടെ ഉണ്ട്. വേറെ ഒന്നുമല്ല, ഈ ഒരു കാറ്റഗറിയിൽ തന്നെ നമ്മുടെ മൂവി കാറ്റഗറിയിൽ തന്നെ ഡിജിറ്റലി ഏറ്റവും കൂടുതൽ പേര് അപ്രീഷിയേറ്റ് ചെയ്ത വെബ് സീരീസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും കൂടുതൽ നിറഞ്ഞു നിന്ന ഒരു കാറ്റഗറിക്ക് കൂടി 1000 ബേബീസ് അർഹമായിരിക്കുകയാണ്. അത് ഏതാണ് കാറ്റഗറി എന്ന് നമുക്ക് നോക്കാം. ആൻഡ് കാറ്റഗറി ഈസ് ദി ബെസ്റ്റ് ആക്ടർ. സഞ്ജു ശിവറാം. സഞ്ജു ശിവറാം ആണ് ബെസ്റ്റ് ആക്ടർ. സഞ്ജു ഡയറക്ടർ ആൻഡ് 1000 ബേബീസിന് ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു 1000 ബേബീസിന്റെ. കാരണം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വന്നപ്പോൾ തന്നെ അതിന് എനിക്ക് തോന്നുന്നു പോസ്റ്റേഴ്സ് പോലും ഭയങ്കര നിഗൂഢമായിട്ടുള്ള പോസ്റ്റേഴ്സും എന്താണ് അതെന്ന് കയറി നോക്കാനുള്ള ഒരു ത്വര നമ്മൾ ഉണ്ടാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു 1000 ബേബീസ്. അതിന്റെ ഡയറക്ടർ, ക്രിയേറ്റർ, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന നിലയിൽ സാറിന് എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ? അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ആക്ച്വലി ഒരു സീരീസ് മലയാളത്തിൽ നിന്ന് ചെയ്യുമ്പോൾ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിരിക്കുന്ന സീരീസൊക്കെ അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ ഭയങ്കര രസമുള്ള സീരീസാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മലയാളത്തിൽ നിന്നൊരു സീരീസ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഒരു ചെറിയ പിള്ളേർ കളിയാകരുന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊരു പരിധിവരെ ഓക്കെ ആണെന്നാണ് വിശ്വാസം. അതെനിക്ക് തോന്നുന്നു ഈ ഡിസ്നിയുടെ ഈ വർഷത്തെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. 2024 ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. എന്തായാലും അതിൻ്റെ സെക്കൻഡ് സീസൺ ഉണ്ടാകും. അവരോടൊന്നും പറയുന്നുണ്ട് സെക്കൻഡ് സീസൺ ചെയ്യാൻ. അപ്പോൾ ഉണ്ടാവും. അപ്പം സന്തോഷം. തീർച്ചയായിട്ടും. കാരണം സഞ്ജുവിന്റെയൊക്കെ ഒരു ഭയങ്കരമായുള്ള ഒരു മിസ്മറൈസിംഗ് പെർഫോമൻസ് ആണ് 1000 ബേബീസിലൂടെ നമ്മളെല്ലാം കണ്ടിങ്ങനെ ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു സഞ്ജു. ഒരുപാട് പേര് പേഴ്സണലി വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്നാലും ബീയിങ് ലൈക്ക് ഒരു ആക്ടർ ഇത്രയും ഫാർ എക്സലൻസ് ഒക്കെ പ്രൂവ് ചെയ്ത് നിൽക്കുമ്പോൾ ഹൗ പ്രൗഡ് ആർ യു ടുനൈറ്റ്? ഒരുപാട് സന്തോഷമുണ്ട്. ഭയങ്കര പ്രൗഡാണ്, ഭയങ്കര ഹാപ്പിയാണ്. ആൻഡ് അതും അതിന് കാരണമായ നജീമിക്കയുടെ ഒപ്പം നിന്ന് അത് വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യം. കാരണം
ഇന്നിവിടെ എത്താൻ പറ്റുമെന്ന് ഞങ്ങൾ രണ്ടുപേരും എത്തേണ്ട സാധ്യത കുറവായിരുന്നു. കാരണം എനിക്ക് നല്ല പനിയായിട്ട് കിടപ്പായിരുന്നു, അങ്ങനെ തീരെ വയ്യായിരുന്നു. പക്ഷെ എങ്ങനെ ഒഴിവാക്കി ഞങ്ങൾ ഒരുമിച്ച് ഉള്ള ഒരു ഇത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഇതൊക്കെ ആഗ്രഹിക്കുമെങ്കിലും നമ്മൾ എല്ലാവരും പറയും ഇതൊന്നും വലിയ അതൊന്നും കാര്യമാക്കുന്നില്ല, അവാർഡുകളൊന്നും അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ കൺസിഡറേഷൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല എന്നൊക്കെ പല ആൾക്കാരും പറയുമെങ്കിലും പക്ഷെ അതല്ല, അത് വളരെയധികം വിലമതിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് മുന്നിലേക്ക് പോകാനുള്ള ഊർജം തരുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ബാക്കിയുണ്ടാവുക, നമുക്ക് കിട്ടുന്ന സന്തോഷത്തിൽ നമ്മൾ ബാക്കിയുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ പോകുന്നതിന് നമ്മുടെ കോൺഫിഡൻസിൽ കൂടുതലും മുമ്പോട്ട് കോൺഫിഡൻസ് കൂടുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് ഏറ്റവും വലിയ കാരണക്കാരൻ നജീമൊക്കെയാണ്. കാരണം ഒരു പക്ഷേ നജീമൊക്കെ വിചാരിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ സീരീസിൽ ഞാൻ ഉണ്ടാവില്ലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ മറ്റൊരു കഥാപാത്രം ഞാൻ ചെയ്യുമായിരുന്നു. നജീമൊക്കെയാണ് ഈ ക്യാരക്ടർ സഞ്ജു ചെയ്യണം എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിന്നു തന്നെ പറയാം. കാരണം അത് അദ്ദേഹം ഒരു നമ്മൾ സിനിമ ചെയ്യുന്ന പോലെയല്ല, ഒരു വെബ് സീരീസ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ബിസിനസ് ഓർഗനൈസേഷനെ കൺവിൻസ് ചെയ്യിക്കണം. ആൻഡ് അത് ഒരു ടീം ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ആൻഡ് അതേപോലെ തന്നെ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, ആ പ്രൊഡ്യൂസറെ കൺവിൻസ് ചെയ്യണം. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെല്ലാം വരുന്ന സമയത്ത് എപ്പോഴും നോക്കുന്ന പാരാമീറ്റേഴ്സ് ചിലപ്പോൾ ആ സമയത്തെ കണ്ടംപററി ആയിട്ട് മാർക്കറ്റ് വയബിലിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങൾ നോക്കിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ടാലന്റ് ഒന്നും ശരിക്കും നോക്കാൻ പറ്റിയെന്ന് വരില്ല, ബിക്കോസ് നമ്മൾ കമേഴ്ഷ്യൽ വയബിലിറ്റീസ് ആണ് നോക്കുക. പക്ഷെ അവിടെ എനിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത്, അതായത് സഞ്ജു ഇത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അത് ഫൈറ്റ് ചെയ്ത്, അത് അദ്ദേഹം എന്നോട് പറയുക മാത്രമല്ല, അതിന്റെ പ്രൊഡ്യൂസറും ഈവൻ ഹോട്ട്സ്റ്റാറിന്റെ ദിലീപ് സാറും ഒരു ഇത് പറഞ്ഞിട്ടുണ്ട്, അത് നജീം അത്രത്തോളം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പം അതെനിക്ക് ഒത്തിരി സന്തോഷമാണ്. വെരി ഹാപ്പി. തീർച്ചയായിട്ടും ഒരു ഇന്റർനാഷണൽ ക്ലാസ്സിലുള്ള ഒരു ഇത് തന്നെ വെബ് സീരീസ് തന്നെയായിരുന്നു ഞങ്ങളുടെ 1000 Babies. അപ്പം നാൾക്ക് നാൾ ഇതുപോലുള്ള നല്ല കോണ്ടന്റുകൾ ഞങ്ങൾക്ക് തരാൻ പറ്റട്ടെ എന്ന് ടീമിന് വിഷസ് അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഓൺ ആൻഡ് റിസീവിംഗ് ദി ഓണർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പൊന്നമ്മ ചേച്ചിയെ വിടുന്നില്ല. ഓക്കെ, സ്റ്റാർ ഓഫ് ദി ഇയർ ആണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റാർ ആരാണ് എന്നിതാ അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. പൊന്നമ്മ ചേച്ചി. അഖിൽ മാരാർ ആണ് ഞങ്ങളുടെ സ്റ്റാർ ഓഫ് ദി ഇയർ 2024. ഞങ്ങളുടെ ഇവിടെ ഇതാ ഈ ഒരു അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് എത്തുന്നത് ആളെ മനസ്സിലായല്ലോ. എന്തും പറയാനുള്ള നട്ടലുള്ള ഒരാൺകുട്ടി എന്ന് മലയാളം എഴുതപ്പെട്ട ഒരാളാണ്, അങ്ങനെ എഴുതിച്ച ഒരാളാണ്. ഞങ്ങളുടെ ബിഗ് ബോസിന്റെ വിന്നർ ആയിരുന്നു. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ വന്ന് എനിക്ക് തോന്നുന്നു തനി വഴി സ്വന്തമായി ഒരു വഴിവെട്ടി വന്നതാണ് എന്ന അന്തസ്സോടെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഒരാൾ കൂടിയാണ്. പൊന്നമ്മ ചേച്ചി, എന്ത് തോന്നുന്നു ഈ വേഷത്തിനെ പറ്റി എന്താണ് പറയാൻ ഉള്ളത്? നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ഒരേ ക്ലോത്തില് ടോട്ടലി അടിച്ചു നിൽക്കുകയാണ്, എങ്ങനെ എന്ത് തോന്നുന്നു? കണ്ണാടി മാറ്റിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ ദിവസത്തില്. ഒരേ ക്ലോത്ത് അങ്ങനെയല്ല, ഒരേ പ്രിന്റിന്റെ ആണ് ടോട്ടലി നിൽക്കുന്നത്. സോ നിങ്ങളുടെ പാൻസും ഷർട്ടും സെയിം, ചേച്ചി ടോട്ടലി സെയിം, അങ്ങനെ ഒരു പ്രിന്റ് സെയിം എന്ന്. രണ്ട് വാക്ക് അഖിൽമാരെ നല്ല സ്റ്റൈലിംഗ് സെൻസിനെ പറ്റി എന്ത് തോന്നുന്നു? നല്ല സ്റ്റൈലിഷ് ആയിട്ട് എത്ര പ്രായം തോന്നിക്കുന്നുണ്ട് ഇന്നത്തെ ഈ രൂപങ്ങൾ? അല്ല ചേച്ചി കണ്ടിട്ട് ഒരു ഉദ്ദേശം കണ്ടിട്ട് മുഖം എന്നാലും 40 താഴെ ഉണ്ടോ? 40 താഴെയാ. അഖില് 40 താഴെയാണെന്ന് തോന്നുന്നു. 40 താഴെ തന്നെയാണ്. ആണ്. അഖിലിനെ സംബന്ധിച്ച് അഖില് എന്തും നല്ല ഇങ്ങനെ മുഖം നോക്കാതെ സത്യസന്ധമായിട്ട് വെട്ടി തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അങ്ങനെയാണ്, അങ്ങനെ വേണം തീർച്ചയായിട്ടും. നമ്മളൊരു ഫേക്ക് മുഖം വെച്ച് അല്ലെ ഫേക്ക് മനസ്സ് വെച്ച് സംസാരിക്കുന്ന പാടില്ല. നമ്മൾ പറയാനുള്ള കാര്യം ചങ്കൂറ്റമായിട്ട്, നമ്മൾ ആരെയാ പേടിക്കുന്നേ? അതാണ് നമ്മൾ കറക്റ്റ് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയണം. അങ്ങനെ ഒരാളാണ് അഖിൽ. എന്താണ് ഇന്ന് ഇപ്പൊ ഞങ്ങളുടെ സ്റ്റാർ ഓഫ് ദി ഇയർ അവാർഡ് മേടിച്ച് നിൽക്കുകയാണ്. എനിക്ക് ഇന്നും മനസ്സിലാത്ത കാര്യമുണ്ട് അഖിലിനെ പറ്റി. കാര്യം ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്, അതേ സൈഡിൽ ഓരോരോ കണ്ടന്റുകൾ ചെയ്യുമ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഒരുപാട് റിവ്യൂസും കയറി. ഇതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ കോൺട്രാസ്റ്റിനെ? അല്ല, രണ്ടുപേരോടും എനിക്ക് ഈക്വൽ സ്നേഹമാണ്. പിന്നെ ഈ സ്നേഹിക്കുന്നവരല്ല നമ്മളെ വളർത്തുന്നത്, എപ്പോഴും നമ്മളെ എതിർക്കുന്നവരാണ് വളർത്തുന്നത്. ലോകത്ത് സ്നേഹിച്ച ആരെയും വളർത്തിയ ചരിത്രമില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടിട്ടുള്ള മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്.
ഇന്ത്യയിൽ ഇന്ന് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ എതിർക്കപ്പെട്ടിട്ടുള്ള, പല രീതിയിൽ ഒറ്റപ്പെട്ടിട്ടുള്ള മറ്റൊരു മനുഷ്യൻ സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് എതിർപ്പുകളെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. ബോധമില്ലാത്തവൻ എതിർത്തുകൊണ്ടേയിരിക്കും, ബോധമുള്ളവൻ മിണ്ടാതിരുന്നുള്ളൂ. എന്നാലും ഇത്രയൊക്കെ പറയുമ്പോഴേ, കാരണം ബോബി ചെമ്മണ്ണൂരിന്റെ ഇഷ്യൂലൊക്കെ അഖിൽ കൃത്യമായിട്ട് അഖിലിന്റെ സ്റ്റാൻഡ് വെളിപ്പെടുത്തിയ ഒരാളാണ്. എപ്പോഴെങ്കിലും ഒരു നേരിട്ടൊരു അറ്റാക്കോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഏതെങ്കിലും, ഞാൻ ബോബി ചെമ്മണ്ണൂർ നല്ല ഉദ്ദേശം വേറെ ഏതെങ്കിലും കണ്ടന്റിന്റെ പേരില്? അല്ല, അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഞാൻ 2010 തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഒരു മടുത്തു. അതായത് അല്ല, ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നോണ്ട് പറഞ്ഞതാണ്. ഇപ്പൊ നേരിട്ടുള്ള അറ്റാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ മറ്റന്നാൾ ഒരു കോടതിയിൽ എനിക്കൊരു കേസുണ്ട്. അപ്പൊ ഞാൻ പോകുന്നതിന്റെ മെയിൻ റീസൺ അന്ന് എനിക്കെതിരെ ഉണ്ടായിട്ടുള്ളൊരു വധശ്രമം, അതിന്റെ കൗണ്ടർ കേസുമാണ് 2013. അത് ഞാൻ അവരോട് ഞാൻ ക്ഷമിച്ചു. ഞാൻ കോടതിയിൽ അവരെ വെറുതെ എന്തിനാണ് വധിക്കാൻ ശ്രമിച്ചത്? അത് പൊളിറ്റിക്കൽ പ്രശ്നങ്ങള്. അതൊക്കെ ഞാൻ പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയല്ലേ, ഫേസ്ബുക്കിലൂടെ ആർക്കും ആരെ എന്തും പറയാന്, മുഖത്ത് നോക്കി നിന്ന്. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഞാൻ നമ്മളെ ലോക്കൽ സ്ഥലത്ത് ലോക്കൽ ഇഷ്യൂസിൽ ഡയറക്റ്റ് പോയി നിന്ന് ക്രൗഡിനോട് സംസാരിച്ച് എതിർത്ത് വന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഫേസ്ബുക്കിൽ കിടന്ന് താളം പഠിക്കാൻ ആർക്കാ പറ്റാത്തത്? വീരയ്ക്ക് പറഞ്ഞൂടെ? ആരും ഒന്നൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് എളുപ്പമാണ്. ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് തുടങ്ങി എന്നെ സംബന്ധിച്ച് ഇങ്ങോട്ട് വരുമ്പം ഇപ്പം നമ്മളെ ഇഷ്ടപ്പെടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പം ബിഗ് ബോസിൽ കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഞാൻ ഒരു കൂട്ടത്തിൽ കണക്ട് ചെയ്ത ഒരു കാര്യം പറയാം. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തു. ആ വീഡിയോ ഇതായിരുന്നു: റോഡ് സൈഡിൽ നിന്ന് സ്കൂൾ യൂണിഫോമിൽ കുറച്ച് പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നു. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്തിട്ട്, എനിക്കും പെൺകുട്ടികളാണല്ലോ, അപ്പം ഞാനത് ഷെയർ ചെയ്തിട്ട് ഈ നാടിൻ്റെ അരക്ഷിതാവസ്ഥയും അരാജകത്വവും സൂചിപ്പിച്ചുകൊണ്ട് കപട പുരോഗമനവാദികളെ വിമർശിച്ചുകൊണ്ടും കപട സ്ത്രീപക്ഷവാദികളെ വിമർശിച്ചുകൊണ്ടും ഞാൻ ഒരു ഷെയർ ചെയ്തു. അപ്പം ആ ഒരൊറ്റ കാരണമാണ് ബിഗ് ബോസിൽ എനിക്ക് മെയിൽ ഷോവനിസ്റ്റ് എന്ന പേര് കിട്ടാൻ പ്രധാനപ്പെട്ട കാരണം. പെൺകുട്ടികൾ സിഗരറ്റ് വലിക്കുന്നതാണ് ഇവന് സഹിക്കാത്തത്. ആൺകുട്ടികൾ വലിച്ചാൽ കുഴപ്പമില്ല. എന്നെ സംബന്ധിച്ച് സ്കൂൾ യൂണിഫോമിൽ കുട്ടികളിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്നത് കണ്ടു. അത് പെൺകുട്ടികളായതുകൊണ്ട് പെണ്ണ് എന്ന് എഴുതി. ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ആണെന്ന് തന്നെ എഴുതും അവിടെ. പക്ഷേ ഇത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത, ഈ നാട്ടിൽ എന്ത് ശരി എന്ത് തെറ്റെന്ന് അറിഞ്ഞുകൂടാത്ത, എന്താണ് സ്വാതന്ത്ര്യം എന്ന് തിരിച്ചറിഞ്ഞുകൂടാത്ത, ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരുടെ അനാവശ്യ സ്വാതന്ത്ര്യവും ഈ പരിപാടിയും കാരണം കുട്ടികളെല്ലാം നശിച്ച് നാറാണക്കല്ലടിച്ച് ഇന്ന് ഈ അവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു. അപ്പൊ ഇത് തുറന്ന് പറയാത്തതാണ് പ്രശ്നം. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ, സംസാരിക്കുന്ന വിഷയങ്ങളുടെ ശരികളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് മനോഹരമായിട്ട് തന്നെ അത് ഞാൻ പ്രസന്റ് ചെയ്യുകയും ചെയ്യും. ഹാഷ്മി എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ ജനകീയ കോടതിയിൽ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തനമാണ്. പക്ഷെ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് കുറച്ച് നെഗറ്റീവ്സ് വന്നു, എനിക്ക് കുറച്ച് സപ്പോർട്ട് വന്നു. കാര്യം ഞാൻ ഉന്നയിച്ച വിഷയം സമൂഹത്തിന് ശരിയെന്ന് തോന്നിയതുകൊണ്ടാണ്. അത് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ മോശമായിട്ടല്ല. കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തനം എൻ്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. ഞങ്ങൾ ഇന്നലെ എന്നെ വിളിച്ചത്, എന്നോട് ചോദിക്കുകയും ചെയ്തു, ഇന്നലെ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാൻ. ഞാൻ പറഞ്ഞ ചാനൽ ചർച്ച വരാൻ ഇപ്പം താല്പര്യമില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. അപ്പം വിഷയങ്ങളിലാണ് ശരിയും തെറ്റും. മോഹൻലാലും മമ്മൂട്ടിയും എന്ന് പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട ഒരു അഭിപ്രായം പറയുന്നു, അന്ന് അവസാനിക്കും അവർക്ക് ജനങ്ങളോടുള്ള ഇഷ്ടം, ജനങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം. ഈ ഇഷ്ടം എന്ന് പറയുന്നത് നമ്മൾ പൊതുവിഷയത്തിൽ അഭിപ്രായം പറയുന്നത് മാത്രമാണ്. പറഞ്ഞു നോക്കൂ, ഓരോരുത്തരും പറഞ്ഞു നോക്കൂ. കാര്യം ജനം സ്വീകരിക്കുന്നതും തള്ളി പറയുന്നതും വിഷയത്തെയാണ്. അതാണ്. എന്നാൽ ഒരു സെൽഫ് ഡിഫൻസ് എന്തെങ്കിലും പഠിച്ചു വെച്ചിട്ടുണ്ടോ? കാരണം വധിക്കാൻ വരെയുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളാണ്. പെട്ടെന്ന് വന്ന കരാട്ടെ കുംഫു പെട്ടെന്ന് നല്ല നാടൻ തല്ലടി എന്തെങ്കിലും അഖിൽമാരാർക്ക് വശമുണ്ടോ? സിനിമയിലൊക്കെ ഇത് കാണിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അടി 4 പേര് നിന്ന് അടിച്ചാൽ അടി കൊള്ളാനേ മാർഗമുള്ളൂ, അല്ലെ ഓടുക. അത്രേ ഉള്ളൂ. അല്ല, ഞാൻ പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഞാൻ സംസ്ഥാന ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ്, പാർട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ആളാണ്, പൊതുവിഷയങ്ങളിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളാണ്. ദൈവം അനുഗ്രഹിച്ച് പുറത്തെല്ലാം ചെല്ലുമ്പോൾ ആൾക്കാർ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാൻ കണ്ണൂർ ഒരു പടത്തില് നായകൻ, ഒരു ഈക്വൽ ലീഡ് കഥാപാത്രം ചെയ്യാൻ ഞാൻ കഴിഞ്ഞ 2-3 മാസം മുമ്പ് പോയിരുന്നു. ആ സമയത്താണ് ഈ ദുരിതാശ്വാസ നിധി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നം നിൽക്കുന്ന സമയം. ഞാൻ കണ്ണൂരാണ് ഷൂട്ടിന് പോകുന്നത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൂരത്തെ ഒരുപാട് CPM-മാര്, അവിടുത്തെ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ എന്നോടൊന്ന് സംസാരിക്കുകയും അതിൽ ഉന്നയിക്കുന്ന വിഷയം അവർക്കും ശരിയാണെന്ന് തോന്നിയിട്ടുണ്ട്. പാർട്ടിയിൽ ഉൾപ്പാട്ട് ജനാധിപത്യം ഉണ്ടായിരുന്നു, ഇന്നിപ്പോ അത് കുറഞ്ഞു, അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ എതിർക്കേണ്ട എന്ന് തന്നെ CPM-ൽപ്പെട്ട എത്രയോ പേര് എന്നോട് സംസാരിച്ചു. ഇന്നും എത്രയോ പേരുമായിട്ട് ഞാൻ സഹകരിക്കുന്നു. അതുകൊണ്ട് അത് ബോധം അവർക്കുണ്ടെന്നേ. താഴെത്തട്ടിലുള്ള ആൾക്കാരെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നതിനകത്ത് ഒരു പരസ്പര ബഹുമാനം ഉണ്ടാവും. തീർച്ചയായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ തന്നെ മനസ്സിൽ തോന്നുന്ന എല്ലാം തന്നെ പറയാനായിട്ടുള്ളത്. പറ്റട്ടെ, അതിനുള്ള ദൈവാനുഗ്രഹം എല്ലാം തന്നെ അഖിൽമാരാർക്ക് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും വിഷ് ചെയ്യാണ്. പൊന്മ ചേച്ചിനെ സ്റ്റേ ബാക്ക് ചെയ്യണം. പൊന്മ ചേച്ചി ഞങ്ങൾ വിടുന്നില്ല, വേറെ ഒന്നുമല്ല. ഞങ്ങളൊരു ചെറിയ ആദരം അറിയിക്കുക, ചെറിയതല്ല ശരിക്കും വലിയൊരു ആദരം അറിയിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മൈത്രേയൻ സാറിനെ കൂടി ഈ ഒരു വേദിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൂടി ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ജീവിതത്തിന്റെ എല്ലാ ശൈലികളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തനതായിട്ടുള്ള ഒരു സ്വഭാവം കീപ്പ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അപ്പൊ അദ്ദേഹത്തിനെ കൃത്യമായിട്ട് തന്നെ ഈ ഒരു ആദരത്തിന്റെ സെറമണിയിലേക്ക് ഞങ്ങൾ അദ്ദേഹത്തെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സർ പ്ലീസ്. ഓക്കെ, അപ്പൊ അവാർഡ് എന്താണെന്ന്
മൈത്രേയൻ സാർ ആണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. സോ മൈത്രേയൻ സാർ അവാർഡ് എന്താണെന്ന് അനൗൺസ് ചെയ്യുന്നു. സ്റ്റാർ പെർഫോമർ ഓഫ് ദി ഇയർ പൊന്നമ്മ ബാബു. വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചിക്ക് വേണ്ടി തന്നെയുള്ളൂ സ്നേഹമാണ് അറിയിക്കുന്നത്. റൈഫിൾ ക്ലബ് എന്ന സിനിമയിൽ നമുക്കറിയാം, ജസ്റ്റ് ഒരു ഷോർട്ടിൽ തന്നെ നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു പെർഫോമൻസിലാണ് ഞങ്ങൾ ഈ ഒരു അവാർഡ് നൽകുന്നത്. ഞങ്ങൾ പൊന്നാട് നിർത്തുന്ന ചേച്ചിയെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വലിയ സ്നേഹം അറിയിക്കുകയാണ്, വലിയ സ്നേഹം അറിയിക്കുന്നു. ആൻഡ് ചേച്ചി അങ്ങനെ ഒരു ഷോട്ട് റൈഫിൾ ക്ലബില്, അതും അത്രയും ആളുകളുടെ ഇടയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കാതെ നിൽക്കുമ്പോൾ ചേച്ചി എന്തായാലും ലഭിക്കുകയും സർട്ടിഫിക്കറ്റും കൂടെ നൽകുകയാണ്. സാറാണ് നൽകുന്നത്. പൊന്നമ്മ ചേച്ചി, ആ ഷോട്ടിനെ പറ്റി 2 വാക്ക് നമ്മളോടൊന്ന് പറയണം. കാരണം മലയാളക്കാരെ മൊത്തം ഏറ്റെടുത്തൊരു ഷോട്ട് കൂടിയായിരുന്നു അത്. ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. പൊന്നമ്മ ചേച്ചി അപ്പൊ ചാടി കയറി വന്ന് വെടിവെക്കും ഞങ്ങൾ വിചാരിച്ചില്ല. ആ പടത്തിൽ എന്നെ വിളിക്കുമ്പോഴും ഞാനും വിചാരിച്ചില്ലായിരുന്നു ഓക്കെ അതിനകത്ത് ഈ ഇങ്ങനൊരു പോർഷൻ ഉണ്ടെന്നുള്ള കാര്യം. എന്നെ വിളിച്ചപ്പം ഇങ്ങനെ അമ്മേട്ടൻ്റെ വൈഫാണ്, ക്ലബ്ബാണ്, അങ്ങനെ ഞാൻ ചെല്ലുന്നു. അങ്ങനെ ചെന്നപ്പം കുറേ പോർഷൻസ്, കുറേ മാസ് ഏരിയ ക്ലൈമാക്സും മറ്റേ ആലമാരി എന്നുള്ള ഷോട്ടും കുറച്ച് ഡയലോഗ്സുകളെല്ലാം പഞ്ചുള്ള കുറേ ഡയലോഗ്സൊക്കെ ഉണ്ടായിരുന്നു. പ്രേക്ഷകരെ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇതിൽ നല്ല വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സോഷ്യൽ മീഡിയ ഇത്രയും സജീവമല്ല ഞാൻ വലിയ വേഷങ്ങൾ ചെയ്ത സമയത്ത്. പിന്നെ ന്യൂജൻ സിനിമകൾ ഒരു ഭാഗമായപ്പോൾ അതിൽ ഈ കഥാപാത്രം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ ഇന്റർവ്യൂസ് കൊടുത്തത് ഞാനായിരിക്കും. കാരണം ഞാൻ ആദ്യമായിട്ട് ഞാനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പം ഒരിക്കലും തിയേറ്റർ വിസിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തൃശ്ശൂർ മുതൽ കോഴിക്കോട് വരെയുള്ള തിയേറ്ററിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഹൗസ്ഫുള്ളാണ് സിനിമ. പ്രേക്ഷകരുടെ ഒരു ഇഷ്ടവും സ്നേഹവും അവരുടെ എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ വയ്യ. എൻ്റെ കണ്ണൊക്കെ സത്യം പറഞ്ഞ നിറഞ്ഞുപോയി. അവരുടെ വിളിയിലുണ്ടായിരുന്ന അവരുടെ സ്നേഹം. ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചിയേ പൊളിച്ചു കലക്കി, അല്ല അവരുടെ കയ്യടി. അപ്പം നല്ല സിനിമകൾ വന്ന ജനം കയ്യടിക്കും, അവർ നമ്മളെ വിളിക്കും, അവർ നമ്മളെ സ്നേഹിക്കും എന്ന് മനസ്സിലാക്കി തന്ന ഒരു സിനിമയാണ് റൈഫിൾ ക്ലബ്ബ്. അതിനെനിക്ക് ആഷിഖിനോടും ശ്യാം പുഷ്കർ, ദിലീഷ് പോത്തൻ, അതോടൊപ്പം തന്നെ ദിലീഷ് നായർ, ഷരഫ്, സുഹാസ്, ഇവർ ഇത്രയും പേരൊക്കെ ആയിരുന്നു. പിന്നെ ക്രൂ കംപ്ലീറ്റ്. ഏറ്റവും പേടി എന്ന് പറഞ്ഞാൽ ഈ തോക്കെടുത്ത് പൊട്ടിക്കുമ്പോൾ ആദ്യം ഞാനാ ഞെട്ടിക്കൊണ്ടിരുന്നത്. ആ ഞെട്ടൽ മാറിയാൽ മാത്രമേ എനിക്ക് ഷോട്ടിൽ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് അലമാരി തുറന്ന അല്ല, ഒരേ ഷോട്ടിലായിരുന്നു അതെല്ലാം നടന്നത്. അത് ദൈവം അനുഗ്രഹിച്ച ആ ഷോട്ട് ഗംഭീരമായി. അത് പ്രേക്ഷകര് 2 കൈ നീട്ടി അവരങ്ങ് ഏറ്റെടുത്തു. തീർച്ചയായിട്ടും എനിക്ക് അതിന് പ്രത്യേകിച്ച് ഓൺലൈൻ മീഡിയ പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓൺലൈൻ മീഡിയ മൈൽസ്റ്റോൺ, ആദ്യമായി ഞാൻ പറഞ്ഞ മൈൽസ്റ്റോണിന് എന്നെ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൈൽസ്റ്റോണിന്റെ ഡിജിറ്റലില് എനിക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം തന്നതിൽ ഞാൻ മൈൽസ്റ്റോൺ ഒരുപാട് നന്ദി പറയുന്നു. ഒപ്പം ഡിജിറ്റൽ മീഡിയയിലെ എല്ലാ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ എല്ലാവർക്കും എൻ്റെ പ്രേക്ഷകർക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. 2 പേർക്കും ഒരുപാട് താങ്ക്സ് പറയാണ്. ആൻഡ് സർ കുറച്ചുകൂടി നമ്മളോടൊപ്പം ഇവന്റിൽ ഇരുന്നൊന്ന് കണ്ട് എൻജോയ് ചെയ്യണം എന്ന് ഞങ്ങൾക്ക് ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. പൊന്നമ്മ ചേച്ചി പോകാൻ പാടില്ല, ഒന്ന് ഇരുന്നാൽ വളരെ വളരെ സന്തോഷം. ഞങ്ങള് താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇനി അടുത്തതായിട്ട് ഒരു അവാർഡ് നൽകാൻ വേണ്ടി സഞ്ജു ശിവറാമിനെ, ഞങ്ങൾ ഇന്നത്തെ ബെസ്റ്റ് ആക്ടർ കൂടിയായിരുന്നു, സഞ്ജുവിനെ ഞങ്ങൾ ഒന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. വലിയ സന്തോഷമായിരിക്കും സഞ്ജു വന്ന് ഞങ്ങൾക്ക് സഞ്ജു അനൗൺസ് ചെയ്യാൻ പോകുന്ന കാറ്റഗറി, അതിന്റെ വിന്നേഴ്സ് എല്ലാം സഞ്ജു ഇതാ റിവീൽ ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ബെസ്റ്റ് സ്റ്റാർ പെയർ, അത് രാഹുൽ സുരേഷ് ആൻഡ് കൃഷ്ണേന്ദു. രാഹുൽ സുരേഷ് കൃഷ്ണേന്ദു കാതോട് കാതോരം എന്ന ഏഷ്യാനെറ്റിലെ ദി ടോപ്പ് റേറ്റഡ് ഷോ ആദ്യമായിട്ട് തന്നെ മലയാളത്തിന്റെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ ലിപ്ലോക്ക് സീനുകൾ വരെ ചെയ്ത് ഞങ്ങൾ ഞെട്ടിച്ച ആൾക്കാരാണ്. നിങ്ങൾ ലിപ്ലോക്ക് ചെയ്തില്ലേ? ഇന്റിമസി ഓക്കെ, സീനുകൾ പോലും വളരെ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്ത് ഓക്കെ. അപ്പൊ വലിയൊരു കൈഡി എടുക്കാം. നമ്മുടെ സഞ്ജുവിനുള്ള താങ്ക്സ് പറയണം. താങ്ക് യു സോ മച്ച് സഞ്ജു. ഇനിയും ഞങ്ങൾക്ക് 1-2 ഗസ്റ്റുകളൊക്കെ വരാനുണ്ട്. സഞ്ജുവിന്റെ വെരി ഫേവറേറ്റ് സ്റ്റാർസ് എല്ലാവരും എത്താനുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്താൽ വിൽ ബി ഹാപ്പി ഫോർ ഇറ്റ്. താങ്ക് യു. അപ്പൊ ശരിക്കും നിങ്ങൾ ലിപ് ലോക്ക് ചെയ്തോ ഇല്ലയോ കുട്ടികളെ? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇല്ല, ജസ്റ്റ് ഒരു ക്യാമറ ട്രിക്ക് ആയിരുന്നു. അതാണ് ഞാൻ ആ ഷോട്ട് കണ്ടു. നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നല്ല, യു സംഹൗ യു മാനേജ് ടു ഡു ദാറ്റ്.
നിങ്ങൾ ചെയ്തു എന്നല്ല, റിയൽ ചെയ്തു എന്നല്ല. ഡയറക്ടറുടെയും ക്യാമറമാന്റെയും കഴിവ്. ഇനി അടുത്ത സീരിയൽ അത് റിയൽ ആയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ടേക്ക്? എന്തായിരിക്കും അതില്? ഞാൻ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. പിന്നെ അത് ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഞങ്ങളിപ്പോ ചെയ്ത പോലെ ക്യാമറ ജസ്റ്റ് ഒന്ന് മാസ്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ. എനിക്ക് കംഫർട്ടബിൾ അതാണ്. രണ്ടുപേർക്ക് രണ്ട് സ്റ്റാൻഡ് ആണ് തീർച്ചയായിട്ടും. അപ്പൊ എന്ത് തോന്നുന്നു, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസിന്റെ വേദിയിൽ അവാർഡൊക്കെ മേടിച്ച് നിൽക്കുമ്പോൾ കാതോരം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആണ്. പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ചോദിക്കാറുണ്ടോ നിങ്ങൾ രണ്ടുപേരും കവിതാക്കളാണെന്നൊക്കെ? ചോദിക്കാറുണ്ടോ? അങ്ങ് എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? എങ്ങനെയാണ്? അങ്ങനെ ചോദ്യം വരാറുണ്ട്, പക്ഷെ നമ്മൾ അവരോട് അല്ലാന്നുള്ള കാര്യം വ്യക്തമാക്കും മാത്രമേ ഉള്ളൂ. വ്യക്തമാകും. നിങ്ങൾ അല്ലാതെ റിയൽ ലൈഫിൽ കമ്മിറ്റഡ് ആണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും കൂടുതൽ ചോദിച്ചു ഞങ്ങളുടെ കുട്ടികളെ കൂടുതൽ കുഴപ്പിക്കുന്നില്ല. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ഇനി a long way to go. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തൊരു അവാർഡ് കൂടി കൊടുക്കാനായിട്ട് ഒരിക്കൽ കൂടി ബുദ്ധിമുട്ടാകില്ലെങ്കിൽ സഞ്ജുവിനെ തന്നെ ഞാൻ വിളിക്കുകയാണ്. കാരണം ഞങ്ങളുടെ സ്റ്റാർ ഓഫ് ദി ഇയറിനുള്ള അവാർഡാണ്. സഞ്ജു ഒന്ന് വന്ന് ഞങ്ങൾ ഒന്നുകൂടെ സഹായിക്കുകയാണെങ്കിൽ again we will be so much privileged. മ്യൂസിക് സെഷനിലാണ് സംഗീതത്തിന്റെ കാര്യത്തില് സ്റ്റാർ ഓഫ് ദി ഇയർ ആരാണ് എന്നിതാ സഞ്ജു ശിവറാം നമുക്ക് വേണ്ടി പറയാൻ പോകുന്നു. സ്റ്റാർ ഓഫ് ദി ഇയർ ബേബി ജീൻ ആണ് ഞങ്ങളുടെ സ്റ്റാർ ഓഫ് ദി ഇയർ. ബേബി ജീനെ ഞങ്ങൾ ഒന്ന് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച് സഞ്ജു അഗൈൻ. താങ്ക് യു. സോ ബേബി ജീൻ ആണ്. യെസ്. എങ്ങനെയാണ് ഇപ്പോഴത്തെ റെസ്പോൺസ് ഒക്കെ ഇത്രയും? കാരണം ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ ആണ്, സ്റ്റാർ ഓഫ് ദി ഇയർ ആണ് മ്യൂസിക്കില്. അപ്പൊ എന്ത് തോന്നുന്നു? ആദ്യം എനിക്ക് ഇവിടെ വിളിച്ചിട്ട് ഈ അവാർഡ് തന്ന മൈൽ സ്റ്റോൺ ടീമിന് ഭയങ്കര നന്ദി പറയാണ്. പിന്നെ ഇത് കിട്ടിയതിൽ ഭയങ്കര സന്തോഷം. ഭയങ്കര ഒരു പ്രൗഡാണ് അവാർഡ്. തീർച്ചയായിട്ടും. കാരണം ഇതൊരു പബ്ലിക് പോള് കൂടിയായിരുന്നു ഈ ഒരു അവാർഡ്. അപ്പൊ ഏറ്റവും കൂടുതൽ പബ്ലിക് വോട്ട് ചെയ്തത് ബേബി ജീൻ ആയിരുന്നു. അങ്ങനത്തെ സാധനം കണ്ടിട്ടുള്ളൂ. ട്രാൻസ്പെറന്റ് ആയിട്ട് വോട്ടിംഗ് ഒക്കെ നടത്തി പോളിംഗിലൂടെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നജീം കോയ, അദ്ദേഹത്തെയാണ് അവാർഡ് പ്രഖ്യാപിക്കാനായിട്ട് ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്. നജീം കോയാണ്. ഇനി പ്രശസ്തി പത്രം നൽകാൻ വേണ്ടി AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാർക്കറ്റിംഗ് ഹെഡിനെ കൂടി ഞാൻ ഒന്ന് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഫാമിലിനെയാണ് അറിയാൻ പോകുന്നത്. സോ നജീബിക്കാണ് അത് അനൗൺസ് ചെയ്യുന്നത്. സോ പ്ലീസ്, ഇൻഫ്ലുവൻസിംഗ് ഫാമിലി. യെസ് സർ. നിത പ്രോമി ആൻഡ് ഫാമിലി. അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ ഇന്നത്തെ കോ സ്പോൺസേർഡ് എന്ന് പറയുന്നത് AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ്. AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഒരു കാര്യം എടുത്തു പറയണം. 12 to 12 ആണ് സർ അവരിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം 12 to 12 എന്നൊരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ അത് ഒരു ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറി കട. പലരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്നൊക്കെ പറയുന്നത്. നമുക്കറിയാം, നാൾക്ക് നാൾ ഇങ്ങനെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ പറഞ്ഞവർ അന്നൊക്കെ ഒരു കാലത്ത് വാങ്ങിച്ചു വെച്ചവർ ഇപ്പോൾ വലിയ കോടീശ്വരന്മാരായിട്ടൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ 12 to 12, അതായത് ഉച്ചയ്ക്ക് ഒരു 12 മണി മുതൽ രാത്രി 12 മിഡ് നൈറ്റ് വരെ നിങ്ങൾ ഓപ്പൺ ആയി പ്രവർത്തിക്കുകയാണ്. എങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ കൂടെ ഈ ഒരു ഇവന്റ് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 12 to 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇത് 25 years ആണ് നമ്മളുടെ ഈ ഒരു ഫീൽഡിലുള്ളത്. നമുക്ക് കായംകുളം ഉണ്ട്, ചങ്ങനാശ്ശേരി. സോ നമ്മൾ തേർഡ് ഷോപ്പ് എവിടെയെന്ന് ചിന്തിച്ചപ്പോൾ ഫസ്റ്റ് നമുക്ക് മൈൻഡിൽ വന്നത് കൊച്ചിയാണ്. കൊച്ചിയിലോട്ട് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആവണം എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ഞങ്ങളിപ്പം ഏറ്റവും കൂടുതൽ അറിഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജ്വല്ലറിയിൽ എല്ലായിടത്തും 7 o'clock ആകുമ്പോൾ ഷോപ്പ് അടയ്ക്കുന്നു. കൊച്ചി എന്ന് പറഞ്ഞാൽ 7 കഴിയുമ്പോഴാണ് ലൈവ് ആവുന്നത്, ഓപ്പൺ ആകുന്നൊക്കെ. അതെ. അപ്പം അവർക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ലാന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ കൊച്ചിയിലോട്ട് ഈ ഒരു കൺസെപ്റ്റ് ആയിട്ട് വന്നു. സോ ഒരുപാട് സന്തോഷമുണ്ട് കൊച്ചി അത് ആക്സെപ്റ്റ് ചെയ്തതിന്. തീർച്ചയായിട്ടും നല്ല റെസ്പോൺസസ് ആണ്. അതെ, നല്ല റെസ്പോൺസ് ആണ്. താങ്ക് യു സോ മച്ച് കൊച്ചി. നമ്മളിനി ബാക്കി AGD എല്ലാ ഷോറൂംസും നമ്മളിനി 12 to 12 കൺസെപ്റ്റ്സ് കൊണ്ടുവരാൻ പോവുകയാണ്. തീർച്ചയായിട്ടും
അപ്പൊ നമുക്കെല്ലാം ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇഫ് യു വാണ്ട് കം ആൻഡ് പർച്ചേസ് ഇൻ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ വി ക്യാൻ ഹാവ് റൈറ്റ് ഹിയർ ഇൻ കൊച്ചിൻ. അതെ, അത് മാത്രമല്ല ദ ഫസ്റ്റ് ടൈം എവർ ഇൻ ജ്വല്ലറി ഹിസ്റ്ററിയിലെ EGD ആണ് അതൊരു ബെഞ്ച് മാർക്ക് ആയിട്ട് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പൊ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ വേദിയിൽ തന്നെ അതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. എന്തായാലും ഞങ്ങളുടെ അവാർഡ് റിസീവ് ചെയ്യാനായിട്ട് നിത്ത പ്രൊമി ആൻഡ് ഫാമിലിനെ ഞങ്ങൾ ഒന്ന് മുന്നോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ്. ഇൻഫ്ലുവൻസിംഗ് അല്ലെങ്കിൽ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഫാമിലിയാണ് മെമെന്റോ നൽകുന്നത്. AGD ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാർക്കറ്റിംഗ് ഹെഡ് കൂടിയാണ്. നജീബ് സാറിന് അതുപോലെ തന്നെ മാമിനുള്ള താങ്ക്സ് അറിയിക്കാണ്. പ്ലീസ് ബി സീറ്റഡ് ഓൺ മാം. താങ്ക് യു സോ മച്ച്. അപ്പം മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഫാമിലി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഇതിന്റെ രഹസ്യം? എന്താണ് ഈ മൂന്നാണുങ്ങളുടെ ഇടയിൽ ഒരു ഒറ്റ പെൺ തരിയേ ഉള്ളൂ? ചേച്ചി ഇതെങ്ങനെ മാനേജ് ചെയ്തോണ്ട് പോകുന്നത് ചേച്ചി? വീര ചോദിച്ചതുപോലെ ഒരുപാട് എന്താ പറയാ, ഒരുപാട് പ്രയത്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ അത്ര എളുപ്പമല്ല. നമ്മൾ വീഡിയോസ് എടുത്ത് ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി ചേർത്ത് ഒരു വീഡിയോ ചെയ്യാൻ. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ട് ആരാണ് ചേച്ചി കോർഡിനേറ്റ് ചെയ്യാനായിട്ട്? പറഞ്ഞ സമയത്തിന് വരാതെ റീടേക്സ് പോകുന്ന ആരാണ് ഇതില്? അങ്ങനെ ചോദിച്ചാൽ 3 പേരെയും ഭയങ്കര ബുദ്ധിമുട്ടാണ് കോർഡിനേറ്റ് ചെയ്യാൻ. ആരും മോശമല്ല, പക്ഷെ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അച്ഛനും അമ്മയും മക്കളും ആണെന്ന് പറയുന്നില്ല. ചേട്ടന്മാര് 2 അനിയന്മാര്, ഒരു അമ്മയും 3 മക്കളും. ചേട്ടാ അത്ര ഓവറില്ലേ? എന്നാലും ഈ പറഞ്ഞ പോലെ ഒരു പെങ്ങൾക്ക് ഹിറ്റ്ലർ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ. അല്ല, ചേട്ടൻ അങ്ങനെ പുറത്തിറങ്ങുമ്പോ ചോദിക്കാറുണ്ടോ അനിയന്മാരാണെന്നൊക്കെ ചോദ്യം വരാറില്ലേ? അങ്ങനെ വെറുതെ മുഖത്തോക്കി ചോദിക്കും. നമുക്ക് അറിയാലോ അവരുടെ ഉള്ളിൽ എന്തുട്ടാന്നുള്ളത്. സന്തോഷിപ്പിക്കാനായിട്ട് ചോദിക്കാറുണ്ട്. അത് നമുക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട്. സന്തോഷം തരാല്ലേ ഞാൻ. എന്നാൽ ഇത്ര ഗ്ലാമർ ഉള്ള അച്ഛനും അമ്മയും കിട്ടിയതിൽ എത്രത്തോളം സന്തോഷമുണ്ട് മക്കളെ? നല്ല സന്തോഷമുണ്ട്. എല്ലാ കാര്യത്തിലും ഇതുപോലെ തന്നെ സപ്പോർട്ടും എല്ലാം ഉണ്ട്. വീഡിയോ എടുക്കാൻ കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന ആരാണ്? അച്ഛനാണോ അമ്മയാണോ? അത് അമ്മയാണ്. എല്ലായിടത്തും അമ്മ റോക്സ്. അതില് അങ്ങനെ ടോർച്ചറിങ് അല്ല, എന്നാലും പാമ്പർ ചെയ്തോണ്ടിരിക്കുന്നേ നമ്മൾ ചെയ്യുമ്പോ ഒരു ഇതിനു വേണ്ടി. കാരണം ഇതില് എല്ലാവരെയും വിളിച്ചോണ്ട് വന്ന് നമുക്ക് വീഡിയോ ചെയ്യാന്ന് എപ്പോഴും പറയുന്ന ആള് ഞാനാ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ പ്രഷർ എന്റെ വശത്തായിരിക്കും. എന്നാലും ചേച്ചി ഇതേ അവാർഡ് മേടിച്ച് നിൽക്കുകയല്ലേ നമ്മള്? പിന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഒരു യുദ്ധം കഴിഞ്ഞാണ് ഇത് കിട്ടിയെന്ന്. അപ്പൊ തന്നെ റോണിത്ത് ചോദിച്ചു, ഈ യുദ്ധം ഞങ്ങളായിട്ടാണോ കഴിച്ചതെന്ന്. സത്യത്തിലല്ലടാ, നമ്മളായിട്ടല്ല. അത് മമ്മി പൊതുവെ പറഞ്ഞതാണ്. എന്നാൽ ഇവര് കൂടുതൽ ഭയങ്കര റൊമാൻറ്റിക് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ വീട്ടിലെ ഏറ്റവും വഴക്കുണ്ടാക്കുന്ന ആരാ? ഇവർ രണ്ടുപേരും തുടക്കം കുറിക്കുന്ന ആരാ? അങ്ങനെ രണ്ടുപേരും ഇപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങും. ആരാ പെട്ടെന്ന് സോറി പറഞ്ഞ് സോൾവ് ചെയ്യുന്ന ആരാ? രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞ് അടി കൂടുന്ന പോലെ തന്നെ അതുപോലെ തന്നെ അത് ഇതിൽ തന്നെ സോൾവ് ആക്കും. അതിന്റെ സംഭവം ഞാൻ മന്നേന് മുമ്പ് ഇവര് തന്നെ സോൾവ് ആക്കും. അങ്ങനെ കാര്യം തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു ഫാമിലി കൂട്ടായ്മയിൽ ഇങ്ങനെ തന്നെ പോട്ടെ. ഭയങ്കര സന്തോഷം തോന്നുകയാണ്. പിന്നെ ഒരുപാട് അവാർഡ്സ്, ഒരുപാട് അപ്രിസിയേഷൻസ് റൈറ്റ് ഫ്രം ദ വിയർഷിപ്പിൽ എല്ലാം കിട്ടട്ടെ. ഞങ്ങളുടെ കുടുംബം ഫാമിലി ആയിട്ട് നിൽക്കുന്ന ഒരേപോലെ ഈ ഒരു അവാർഡ് ഫസ്റ്റ് വൺ ആണ്. സോ ദിസ് ഇസ് സ്പെഷ്യൽ. അപ്പൊ സ്പെഷ്യൽ താങ്ക്സ് ടു മൈൽ സ്റ്റോൺ. താങ്ക് യു. അപ്പം നീത ചേച്ചിനെ ഞങ്ങളൊന്ന് ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ബാക്കി 3 എന്റെ പയ്യന്മാർക്കും ചേച്ചിനെ ഹോൾഡ് ബാക്ക് ചെയ്താൽ ഞങ്ങൾ അതിന്റെ അർത്ഥമായിട്ട് പിറകിലുണ്ടാവും. ആണല്ലേ? എന്നാൽ ഇപ്പൊ ഞാൻ ഒന്ന് ചേച്ചിനെ മാത്രം ഒരു ചെറിയ പെൺ വിഷയം നിർബന്ധമാണോ? ഇച്ചിരി സമയത്തേക്ക് വിട്ടു തന്നേക്കാം. ബോയ്സിന് തന്നെ ഞങ്ങൾ വിട്ടു തന്നേക്കാം. ഒരു 5 മിനിറ്റ് ഞങ്ങൾ എടുക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. ബോയ്സിന് 3 പേർക്കും വലിയൊരു താങ്ക്സ് അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി നീത ചേച്ചിയാണ് നെക്സ്റ്റ് അവാർഡ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വലിയ ഓണറിംഗ് കൂടി ഒന്ന് ചെയ്യണം എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്തതായിട്ട് സ്റ്റാർ ഓഫ് ദി ഇയർ ടെലിവിഷൻ ആരാണെന്ന് നമ്മൾ അറിയാൻ പോവാണ്. സ്റ്റാർ ഓഫ് ദി ഇയർ ആണ് നമ്മൾ അറിയാൻ പോകുന്നത്. ടെലിവിഷൻ ആണ് ചേച്ചി. ടെലിവിഷനിലെ സ്റ്റാർ ഓഫ് ദി ഇയർ. സ്റ്റാർ ഓഫ് ദി ഇയർ ടെലിവിഷൻ goes to അരുൺ ഒളിമ്പിയൻ. അരുൺ ഒളിമ്പിയൻ. ഒളിമ്പിയൻ ആണ്. വലിയൊരു ഗൈഡ് എടുത്തോണ്ട് നീത ചേച്ചി പ്ലീസ്. അരുൺ ഫോളോവേഴ്സ് ഇങ്ങനെ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കണം. അത് കൂടുതലും പെൺകുട്ടികളാണ്. അത് കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഈ പ്രണയിക്കുക, ലൈൻ അടിച്ച് കിടക്കുക, ബോയ് ഫ്രണ്ട് ആക്കുക എന്നുള്ളതല്ല. ഇത് കല്യാണം കഴിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കും? സച്ചിയുടെ പറയുകയാണോ അരുണിന്റെ പറയുകയാണോ? എന്താണ് ഇതിന്റെ കാരണം? എന്തായിരിക്കും? എനിക്കിനെ പറ്റി അറിയില്ല. സച്ചി എന്ന് പറയുന്ന ആളെ കണ്ടതിന് ശേഷമാണ് എന്നെ കാണുന്നത്.
അപ്പൊ അതായിരിക്കാം മേ ബി, എനിക്ക് അത് കൂടുതലൊന്നും അറിയില്ല. എന്നാലും ഡെയിലി എത്ര ബേസിലൊക്കെ മെസ്സേജസ് വരാറുണ്ട് വാട്സപ്പിലൊക്കെ? കുറെ വരാറുണ്ട്, കുറെ കുറെ ഇതുപോലത്തെ പ്രപ്പോസൽസും എന്താ പറയാ, കൂടുതലും പറഞ്ഞ പോലെ തന്നെ ഗേൾസിന്റെ സൈഡ് തന്നെയാണ്, കൂടുതൽ മെസ്സേജ് ഒക്കെ ഗേൾസിന്റെ സൈഡ് തന്നെയാണ്. കുറെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാനും ബുദ്ധിമുട്ടാറുണ്ട്. അപ്പൊ കുറെയൊക്കെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഏൽപ്പിക്കും, അവർ കുറെ ചുമ്മാ ചാറ്റ് ചെയ്തോണ്ടിരിക്കും. ആണോ? ആഹാ, അത് കൊള്ളാലോ. അപ്പൊ പിന്നെ എന്താണ് ഭാവി വധുവിൽ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റി അതുകൂടെ പറഞ്ഞാൽ ഞാൻ വിടാ അരുണെ. എന്നെ ഹൈറ്റ് വേണം, അത്രേ ഉള്ളൂ. ഹൈറ്റ് വേണം, മറ്റേത് കെയറിങ് അതൊന്നും അല്ല പ്രശ്നം, ഹൈറ്റ് ആണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഹൈറ്റ് ഉള്ള ഒരു മുടി അതൊന്നും പ്രശ്നമില്ല, No problem, no problem. അതൊന്നും പ്രശ്നമില്ല. ഓക്കെ, സോറി, ഐ ആം മാരീഡ് ഓൾറെഡി, അതുകൊണ്ട് It's okay. പ്രപ്പോസ് ചെയ്യാൻ വെക്കുന്നില്ല. അപ്പൊ എന്തായാലും അരുൺ ഇതുപോലെ തന്നെ പെൺകുട്ടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇവിടെ കല്യാണം കഴിക്കാതിരിക്കുന്ന അപ്പൂസിനൊക്കെ 2 നമ്പർ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്.